യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. കേസ് നമ്പർ OS 121/2023. അരുണിമ. കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. യെസ് യുവർ ഓണർ, കോടതി നിർദ്ദേശപ്രകാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചികിത്സയിലായിരുന്നു മിസ്സിസ് അരുണിമ നന്ദഗോപൻ. ചികിത്സ കഴിഞ്ഞതിന്റെ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഹാജരാക്കിയിട്ടുണ്ട്. യെസ് യുവർ ഓണർ, ചികിത്സയ്ക്ക് മുമ്പുള്ള ക്രോസിൽ രേഖപ്പെടുത്തിയ വിവരങ്ങൾ മിസ്സിസ് അരുണിമയുടെ കാലങ്ങളായി തുടരുന്ന മാനസികാവസ്ഥയുടെ പ്രതിഫലനമായി കണ്ട് ഒഴിവാക്കുകയും ഇന്ന് നടത്തുന്ന ക്രോസിലെ വിവരങ്ങൾ കേസിന് ആധാരമായി കണക്കാക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. യെസ് പ്രൊസീഡ്. സാക്ഷിയുടെ മരണം നടന്ന ദിവസം ആ വീട്ടിൽ എന്താണ് കണ്ടത്? പറഞ്ഞോളൂ, കണ്ടത് എന്താണെന്ന് ധൈര്യമായിട്ട് പറഞ്ഞോളൂ. അപ്പോ പിടിവലിക്കിടയിൽ സാക്ഷി താഴെ വീഴുന്നതാണ് നിങ്ങൾ കണ്ടത്? അതെ. വിളക്കിന്റെ പുറത്തേക്കാണ് സാക്ഷി വീണത്? അതെ. കുറ്റം പൂജയുടെ മേൽ വരാതിരിക്കാൻ സാക്ഷിയുടെ വയറ്റിൽ കുത്തിയ വിളക്ക് നിങ്ങൾ വലിച്ചൂരിയെടുത്തു? അതെ. അപ്പോ നിങ്ങളാണ് കൊന്നതെന്ന് പറഞ്ഞ് സ്റ്റേഷനിൽ പോയത് എന്തിനായിരുന്നു? എന്റെ മുമ്പില് മറ്റു വഴികളില്ലായിരുന്നു. എന്റെ മോള് പൂജ, അവള് തള്ളിയിട്ട സാക്ഷി മരിച്ചതെന്നാണ് ഞാൻ കരുതിയത്. പൂജ മോളുടെ മേൽ കുറ്റം വരാതിരിക്കാൻ ഞാനത് ഏറ്റെടുക്കുകയായിരുന്നു. അപ്പോ കൊല ചെയ്തു എന്ന് പറഞ്ഞത് കള്ളമായിരുന്നു? അതെ. അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ അതാണ് ശരിയെന്ന് എനിക്ക് തോന്നി. പൂജ നിങ്ങളുടെ മകളാണോ? അതെ. ആരാണ് അവരുടെ അച്ഛൻ? അഡ്വക്കേറ്റ് നന്ദഗോപൻ. അപ്പോ ഈ നിൽക്കുന്ന പ്രിയയാണ് നിങ്ങളുടെ മകളെന്ന് അവള് പറയുന്നുണ്ടല്ലോ? അത് പച്ചക്കള്ളമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ ചെറുപ്പത്തിൽ ഒരു ആക്സിഡന്റിൽ നഷ്ടപ്പെട്ടതല്ലേ? പിന്നെ എങ്ങനെ പറയാം പ്രിയയല്ല പൂജയാണ് നിങ്ങളുടെ മകളെന്ന്? പെറ്റുവയറിന് സ്വന്തം കുഞ്ഞിനെ ഒരാളും ചൂണ്ടിക്കാണിക്കണ്ട. എന്റെ വിശ്വാസം സത്യമാ. എന്റെ മോളെ എനിക്കറിയാം. യുവർ ഓണർ, കാലങ്ങളായി ഈ നിൽക്കുന്ന പ്രിയ നടത്തിയ ആൾമാറാട്ടത്തിന്റെയും ചതിയുടെയും കഥയാണ് ഇപ്പോൾ കോടതിയിൽ അനാവരണം ചെയ്യപ്പെടാൻ പോകുന്നത്. സാക്ഷിയുടെ വധത്തിന് പിന്നിൽ യഥാർത്ഥത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളത് പ്രിയയാണ്. ഇവർ നടത്തിയിട്ടുള്ള ക്രിമിനൽ കുറ്റങ്ങളെക്കുറിച്ച് കോടതി അറിയിക്കേണ്ടത് പ്രോസിക്യൂഷന്റെ ഡ്യൂട്ടിയാണ്. ഈ നിൽക്കുന്ന എന്റെ കക്ഷി അരുണിമ സാക്ഷി വധക്കേസിൽ പൂർണ്ണമായും നിരപരാധിയാണെന്ന്
കോടതിയെ ഞാൻ വിനീതമായി ബോധ്യപ്പെടുത്തിക്കൊള്ളുന്നു. എത്രയും പെട്ടെന്ന് ഇവരെ റിലീസ് ചെയ്യാൻ ഉത്തരവാകണമെന്നും ഞാൻ അപേക്ഷിക്കുന്നു. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ തെളിവുകളും ഹാജരാക്കിയിട്ടുണ്ട്. പ്രോസിക്യൂട്ടർ. യുവർ ഓണർ, ബഹുമാനപ്പെട്ട ഡിഫൻസ് വക്കീൽ അരുണിമയ്ക്ക് വേണ്ടി ഉന്നയിച്ച ഒരു കാര്യവും പ്രോസിക്യൂഷൻ ചോദ്യം ചെയ്യുന്നില്ല. അരുണിമ ഈ കേസിൽ നിരപരാധിയാണെന്ന് പ്രോസിക്യൂഷന് ബോധ്യപ്പെട്ടിരിക്കുന്നു. അവർ കുറ്റം സമ്മതിച്ചതാ ഈ കേസിന് ആധാരം. യുവർ ഓണർ, സാക്ഷിയുടെ ദേഹത്തുണ്ടായ രണ്ടാമത്തെ മുറിവാണ് മരണകാരണമെന്ന് ഈ കോടതിക്ക് മുൻപ് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. ആ രണ്ടാമത്തെ മുറിവുണ്ടാക്കിയത് ആരാണെന്നായിരുന്നു പോലീസ് പ്രധാനമായും അന്വേഷിച്ചത്. എല്ലാവരെയും കബളിപ്പിച്ചുകൊണ്ട് പ്രിയ തന്നെയാണ് ആ കൃത്യം ചെയ്തതെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. കൃത്യം നേരിട്ട് കണ്ട ഒരു സാക്ഷിയെ ഹാജരാക്കുവാൻ ബഹുമാനപ്പെട്ട കോടതി അനുവദിക്കണം. ഗ്രാൻഡഡ്. ആലകത്ത് തോമസ് മകൻ ജോൺസൺ. ആ, കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. നടന്ന സംഭവങ്ങളെല്ലാം കോടതിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ എന്താണ് കണ്ടതെന്ന് മാത്രം പറഞ്ഞാൽ മതി. പറയാം. പറയൂ. സാക്ഷിയോടൊപ്പം ഞങ്ങൾ 4 പേര് ആ വീട്ടിൽ കയറിയത്. ഈ നിൽക്കുന്ന പ്രിയയെ കൊല്ലാനായിരുന്നു പദ്ധതി. പ്രിയ തന്നെയാ ഞങ്ങൾക്ക് വാതിൽ തുറന്നു തന്നത്. പക്ഷേ അവര് തമ്മിൽ സംസാരിച്ചതോടെ പ്ലാൻ മാറി. അവിടെയുള്ള വേറെ ചിലരെ അവസാനിപ്പിക്കണമെന്ന് തീരുമാനിച്ചു. അപ്പോഴാ അരുണിമ എന്ന സ്ത്രീയും മറ്റൊരു പെൺകുട്ടി ഇറങ്ങി വന്നത്. അവരെ ഞങ്ങൾ ആക്രമിച്ചു. അതിനിടയിൽ സാക്ഷി വീണു. വിളക്ക് വയറ്റിൽ കുത്തിക്കയറി. അതോടെ ഞങ്ങളെല്ലാവരും ഭയന്നു മാറി. വിളക്ക് ഊരിയെടുത്ത് ഈ സ്ത്രീ അവിടെ നിന്നും പോയി. പിന്നെയാ പ്രിയ വന്ന് അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു വലിയ വിളക്കെടുത്ത് സാക്ഷിയെ കുത്തിക്കൊന്നത്. അതിനുശേഷം ആ ബോഡി വലിച്ച് താഴേക്കിട്ടു. യുവർ ഓണർ, പ്രോസിക്യൂഷനുമായി ചേർന്ന് ചില കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്താൻ എന്നെ അനുവദിക്കണം. യെസ്, ഓഫ് കോഴ്സ്. കൊല്ലാൻ ഉപയോഗിച്ച കുത്തുവിളക്ക് കണ്ടെടുത്ത് തൊണ്ടിയായി സീൽ ചെയ്ത് കോടതി മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട്. അതിന്മേൽ പതിഞ്ഞ വിരൽപ്പാടുകൾ പ്രിയയുടെ ഫിംഗർ പ്രിന്റുകളുമായിട്ട് മാച്ച് ആയിട്ടുമുണ്ട്. അത് മാത്രമല്ല, സാക്ഷിയുടെ നഖത്തിനിടയിൽ നിന്നും പ്രിയയുടെ സ്കിന്നിന്റെ സാമ്പിളും കിട്ടിയിരുന്നു. ഫോറൻസിക് പരിശോധനയിൽ അതും മാച്ചായിട്ടുണ്ട്. ഈ കേസിന് ആസ്പദമായ സംഭവങ്ങൾ തുടങ്ങുന്നത് സ്നേഹസദനത്തിൽ നിന്നാണ്. പൂജയും പ്രിയയും സ്നേഹസദനം എന്ന ആശ്രമത്തിലെ അന്തേവാസികളായിരുന്നു. കുപ്രസിദ്ധമായ തേജ വധക്കേസിൽ പ്രിയ തേജ വധക്കേസിലെ വിശ്വനാഥനെതിരെ കള്ളസാക്ഷി പറഞ്ഞിട്ടുള്ള കാര്യം ബഹുമാനപ്പെട്ട കോടതിയെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. 1 വർഷത്തിലും കൂടുതലാണ് ആ പാവം വൃദ്ധൻ അനാവശ്യമായി ജയിലിൽ കഴിഞ്ഞത്. ആ സമയത്ത് സ്നേഹസദനത്തിൽ നിന്ന് പൂജയുടെ രേഖകൾ കണ്ടെടുത്ത് താനാണ് പൂജയെന്ന് നന്ദഗോപനെ തെറ്റിദ്ധരിപ്പിച്ചാണ് പ്രിയ ആ കുടുംബത്തിൽ കയറിക്കൂടിയത്. പ്രിയ നന്ദഗോപന്റെ മകളല്ല എന്നുള്ളൊരു കേസ് ഒരിക്കൽ ഞാൻ തന്നെ കോടതിയിൽ ഉന്നയിച്ചിട്ടുള്ളതാണ്. അന്ന് DNA ടെസ്റ്റിൽ വരെ കൃത്രിമം കാണിച്ച് റിസൾട്ട് തനിക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കാൻ പ്രിയയ്ക്ക് കഴിഞ്ഞു എന്നത് തന്നെ അവരുടെ സ്വാധീനവും ക്രിമിനൽ പശ്ചാത്തലവും വ്യക്തമാക്കുന്നുണ്ട്.
പൂജമോളോടും മാധുരി ചേച്ചിയോടും ഒക്കെ ഞാൻ മാപ്പ് പറഞ്ഞു. ചേച്ചി എനിക്ക് മാപ്പ് തരണം. ആന്റി, വാ മധു, എഴുന്നേക്ക്. ഇതിന്റെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് കലക്കി. മധു, ഇങ്ങ് വാ. ഇതെന്തിനാണെന്നറിയാമോ? എന്റെ പൂജമോളുടെ കണ്ണ് കളഞ്ഞതിന്. പ്രിയയ്ക്ക് അവളോട് ശത്രുതയുണ്ടായിരുന്നു. നീ എന്തിനാ അവൾക്ക് കൂട്ടുനിന്നേ? എന്നാലും ചേച്ചി എല്ലാവരുടെ മുന്നിൽ വെച്ച് എന്നോട് ഇത് ചെയ്യണ്ടായിരുന്നു. പോട്ടെ, സാരമില്ല. എനിക്കൊരു കുഴപ്പമില്ല. പറ്റിപ്പോയി. ഞാൻ ചേച്ചിയുടെ കുഞ്ഞിനീത്തിയല്ലേ. അമ്മേ, വേണ്ട, ഈ ഒരു ദിവസം വഴക്ക് വേണ്ട പ്ലീസ്. അതെ, ഇത്രയെങ്കിലും എന്റെ കുഞ്ഞനുജത്തിക്ക് ഞാൻ കൊടുത്തില്ലെങ്കിൽ ഇവളെ എനിക്ക് മനസ്സ് തുറന്ന് സ്നേഹിക്കാൻ കഴിയില്ല മോളെ. വേദനിച്ചു നിനക്ക്? ഇപ്പൊ വേദന പോയില്ലേ? എനിക്ക് 3 പെൺമക്കളാ. പിന്നെ അമ്മമാര് തെറ്റ് ചെയ്താൽ ബുദ്ധിയുള്ള മക്കൾ അവരെ പറഞ്ഞ് നേർവഴിക്ക് നടത്തേണ്ടതിന് പകരം കുത്തിത്തിരിപ്പുണ്ടാക്കി എല്ലാവരും തമ്മിലടുപ്പിക്കുകയല്ലേ മധു ചെയ്തത്. അതിന് ഈ കിട്ടിയത് ഒട്ടും കുറവല്ല. ഈ ആന്റി കാട്ടിക്കൂട്ടിയതിനൊക്കെ ശിക്ഷ കൊടുക്കാൻ നിന്നാലേ നമ്മളാരെങ്കിലും ജയിലിൽ പോകേണ്ടി വരും. അജുവേട്ടാ, ഇതെന്റെ അമ്മയുടെ അനുജത്തിയാ. ഇനി ഇളയമ്മയുടെ നമുക്ക് ക്ഷമിക്കാം. ഇനി മനസ്സിലൊന്നും വേണ്ട. എന്റെ പൂജമോളെ, ഇത്രയും നന്മമരാവരുത്. കേട്ടിട്ടില്ലേ, ഏറ്റവും ഉയരത്തിലുള്ള മരത്തിലാ ഏറ്റവും കൂടുതൽ കിളികൾ വന്നിരിക്കുന്നത്. എങ്കിലും ആദ്യം കോടാലി വെക്കുന്നതും ആ മരത്തിലായിരിക്കും. ആന്റി, കഴിഞ്ഞതൊക്കെ നമുക്ക് മറക്കാൻ ശ്രമിക്കാം. ഇല്ലെങ്കിലേ നമ്മുടെ മനസ്സമാധാനം പോകും അല്ലേ? എന്നാ കേക്ക് കട്ട് ചെയ്തല്ലോ. അങ്ങോട്ട് തുറക്കറിഞ്ഞേട്ടാ. അച്ഛാ, അമ്മ വാ. മോളെ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ആദ്യം നന്ദന്, പിന്നെ പൂജമോൾക്ക്. അത് കഴിഞ്ഞു മതി എനിക്ക്. അമ്മേ, കൊടുക്കമ്മേ. വാച്ച കൊടുക്ക, തിരിച്ചു കൊടുക്ക. ഏയ്
മോനെ നന്ദ, എന്താ അമ്മേ? വർഷങ്ങൾക്ക് ശേഷമാ നമ്മുടെ ഈ കുടുംബം എല്ലാ പ്രതിസന്ധികളും അതിജീവിച്ച് ഒത്തുചേർന്നത്. ദേവിപ്രസാദം ഇവളുടെ നെറുകയെ ചാർത്തണം. ഇതുവരെ സിന്ദൂരം ചാർത്താതെയാ എന്റെ മോള് നടന്നത്. ഇന്നിവള് സുമംഗലിയായിരിക്കുന്നത് എനിക്ക് കാണണം. എല്ലാ പിണക്കങ്ങളും ദേഷ്യങ്ങളും മാറി നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിരിക്കുന്നത് എനിക്ക് കാണണം. അയ്യോ, എന്തുവാ എല്ലാരും ഭയന്നു പോയോ? ഒരു വെടി പൊട്ടിയപ്പോ എല്ലാവർക്കും അത് നെഞ്ചിരിപ്പുണ്ടായി പോയോ? ഒന്നൂടെ പൊട്ടിക്കട്ടെ. എന്തുവാടാ നന്ദഗോപാ, തന്റെ ദൗർഭാഗ്യം ഇതുവരെ തീർന്നില്ല. തന്റെ ഭാര്യ തിരിച്ചു വന്നില്ലടോ, മകളെ തിരിച്ചറിഞ്ഞില്ലേ? പക്ഷേ കുടുംബമായിട്ട് ജീവിക്കാൻ കഴിയുന്നില്ല. ഓ, സോ സാഡ്. മിസ്റ്റർ കമ്മീഷണർ, ഇങ്ങനെയാണ് ഒരു ഫംഗ്ഷനിൽ കയറി വരുന്നത്? നിങ്ങൾക്ക് അല്പം പോലും മര്യാദയില്ലേ? മിസ്റ്റർ ഹൗസ് ഓണർ, അയ്യോ സോറി. എടോ ഗ്രഹനാഥ, ഞാൻ എന്തു മര്യാദകേടാണോ കാണിച്ചേ? ഒരു വെടി പൊട്ടിച്ചതാണോ ഇത്ര വലിയ മര്യാദകേട്? ഇനി എന്തെല്ലാം പൊട്ടാ കിടക്കുന്നു അല്ലടോ? എന്താ മിസ്റ്റർ ഹേമേന്ദ്രൻ, നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കരുത്. നിങ്ങൾ ഇപ്പോൾ ഇവിടെ വന്നത് എന്തിനാണ്? പ്ലീസ് ഉപദ്രവിക്കരുത്. കണ്ടു കേട്ടോ, അപ്പോഴേക്കും പ്ലീസ് ഉപദ്രവിക്കരുത്. എന്തൊക്കെയാണ് എന്റെ നന്ദ ഇത്? വീട്ടുകാരൊക്കെ കേൾക്കൂലേ? ഇതെന്താ കഴിക്കാൻ ആരെയും കാണാത്തത്? അമ്മേ വാ അമ്മേ, എന്തെങ്കിലും ഒന്ന് കഴിക്കാം. അരുണിമ ചേച്ചിയുടെ പിറന്നാളായിട്ട് ഇങ്ങനെ പട്ടിണി കിടക്കുന്നത് ശരിയാണോ അമ്മേ? ഒരു പിറന്നാളിന് നടക്കേണ്ടതാണോ ഇവിടെ നടന്നത്? നിങ്ങളും കണ്ടതല്ലേ?
എല്ലാരും ഭക്ഷണം കഴിക്കാൻ വന്നേ. എടോ എണീറ്റ് വാടോ, വാ. ആ, അങ്ങനെ പുറത്തുനിന്ന് വന്ന ഒരാൾക്ക് തള്ളി കിടത്താനുള്ളതാണോ ആന്റി നമ്മുടെയൊക്കെ സന്തോഷം? കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നിശ്ചയമില്ലാത്തതുകൊണ്ടും പെട്ടെന്ന് അങ്ങനെ ഒരു എൻട്രി പ്രതീക്ഷിക്കാത്തതുകൊണ്ടും ഒരു നിമിഷം എല്ലാവരും പകച്ചു പോയി എന്നുള്ളത് നേരാ. ആ, വരാനുള്ളതൊക്കെ നമുക്ക് അപ്പം ആലോചിക്കാം. തൽക്കാലം ഇവിടെ ആരും സങ്കടപ്പെട്ടൊന്നും ഇരിക്കണ്ട. മകളെ എഴുന്നേറ്റ്, എണീക്ക്. മധുവന്റി എണീറ്റേ, വാ. ആ, തന്നോട് ഇനി പ്രത്യേകം പറയണ പൂജ. വാൻറ്റി ചെല്ല ചെല്ല ആന്റി. വാ. എടോ താൻ വാ, വരാൻ. എനിക്ക് വേണ്ട ചേട്ടാ. ചേച്ചി ഇരിക്കും. ഞാൻ വിളമ്പാം. അച്ഛമ്മേ വാ, വാ, വന്ന് ഭക്ഷണം കഴിക്കേ. വാമേ, വാമേ. ആ വരാം. ഞാനേ നാളെ തന്നെ കോടതിയിൽ ഒരു പെറ്റീഷൻ കൊടുക്കാൻ പോവാ. ഇത് സെക്ഷൻ 397 IPC ആണ്. ഗൺ പോയിന്റിൽ ആളുകൾ നിർത്തി ഭീഷണിപ്പെടുത്തുക, അതും ഉത്തരവാദിത്വപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. അതിന്റെ പേരിൽ ആരും ഇനി സങ്കടപ്പെടുക വേണ്ട. നീ ധൃതി പിടിച്ച് കേസിനൊന്നും പോവാൻ നിൽക്കണ്ട. ആദ്യം നന്ദേട്ടനോട് നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. അയാൾ പറഞ്ഞത് കേട്ടില്ലേ? അയാൾക്ക് ഒറ്റ ഡിമാൻഡേ ഉള്ളൂ, അരുണിമ ചേച്ചിയും നന്ദേട്ടനും കുടുംബമായിട്ട് ജീവിക്കരുത്. അതിനുള്ള കാരണം എന്താണെന്ന് നമുക്ക് ആദ്യം അറിയണം. കേസും കോടതിയൊക്കെ ആയ വീണ്ടും വഴക്കും വിദ്വേഷവും ആവും. എന്തെങ്കിലും ആർക്കെങ്കിലും സംഭവിച്ചു പോയാ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അനുഭവിക്കാനുള്ളത് മുഴുവൻ അനുഭവിച്ചു കഴിഞ്ഞു. ഇനി ആരെയും നഷ്ടപ്പെടുത്താൻ വയ്യ മോനെ. പൂജ, തന്നോടല്ലേ വരാൻ പറഞ്ഞേ? മോളെ, അയ്യോ മോളെ. അമ്മേ വേണ്ട, അവളെ വിട്ടേക്ക്. എനിക്കറിയാം അവളുടെ മനസ്സ്. പാവം, എന്നെങ്കിലും ഇത്തിരി അധികമായി സന്തോഷിച്ചിട്ടുണ്ടോ? അപ്പോഴൊക്കെ കരയാൻ അവളുടെ വിധി. ഞാൻ അങ്ങോട്ടൊന്ന് ചെല്ലട്ടെ, നിങ്ങൾ കഴിക്കും. എല്ലാരും വിളിച്ചിരുത്തിട്ട് നീ ഇതെവിടെ പോവാ? ഞാനിപ്പോ വരാന്നേ. നീ ആ ചപ്പാത്തി സാമ്പാറും കിടക്ക്. ആഹാരത്തിന് മുമ്പിൽ ഇത്തരം പരിഭവമൊന്നും കാണിച്ചിട്ട് കാര്യമില്ല. ഉപ്പ് തിന്നവനെ വെള്ളം കുടിക്കും. പൂജ, എടോ എന്താ ഇത്? കുറേ നേരമല്ലോ കരയുന്നു. എന്തായാലും വരുത്തി വെക്കണ്ട. ഇത്ര അനുഭവിക്കാൻ മാത്രം ഞാൻ എന്ത് തെറ്റാ ചേട്ടാ ചെയ്തേ? എടോ, താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആര് പറഞ്ഞു താൻ തെറ്റ് ചെയ്തു? പിന്നെ എന്താ എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നേ? കുട്ടിക്കാലം മുതൽ എന്റെ ജീവിതം എങ്ങനെയാ? എന്തെങ്കിലും ഒരു കുഞ്ഞു സന്തോഷം ഉണ്ടായി കഴിഞ്ഞാ
കരയാൻ പാകത്തിന് ഉടനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് സന്തോഷം വരുമ്പോ കുട്ടിക്കാലത്ത് എനിക്ക് പേടിയാ. ഇവിടെ വന്നിട്ടും അജുവേട്ടൻ കണ്ടില്ലേ, എപ്പോഴെങ്കിലും ഒന്ന് മനസ്സ് തുറന്ന് ചിരിച്ച പിറ്റേന്ന് അതിനുള്ളത് ഞാൻ അനുഭവിക്കും. എന്താ എനിക്ക് മാത്രം ഇങ്ങനെ അജുവേട്ടാ? എടോ, താൻ കരച്ചിൽ നിർത്തുവാണെങ്കിലേ ദേ ഞാൻ ഒരു കാര്യം പറയാം. ദേ, നമുക്ക് ഈ പ്രശ്നം അവസാനിപ്പിക്കണ്ടേ? ഇന്ന് വന്ന് കയറി അയാളെ പേടിച്ച് ജീവിതകാലം മുഴുവൻ നമുക്ക് പേടിച്ചും സങ്കടപ്പെട്ടും കഴിയാൻ പറ്റുമോ? അയാൾക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തെ വേണ്ടെന്ന് വെക്കാൻ കഴിയുമോ? അജുവേട്ടൻ എന്തേ പറയുന്നേ? അയാൾക്കെതിരെ കേസ് കൊടുക്കാന്നാണോ? അതെപ്പോ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ അതുകൊണ്ട് ഈ പ്രശ്നം തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്കിളുടെയും ആന്റിയുടെയും ജീവിതം ആ ആക്സിഡന്റോടെ അല്ല പൂജ ആകുന്നത്. അതിനു മുമ്പേ തന്നെ അവർക്കിടയിൽ ഒരു വിള്ളൽ വീണിട്ടുണ്ട്. എന്നുവെച്ചാ ആന്റിക്ക് പൊറുക്കാൻ പറ്റാത്തൊരു തെറ്റ് അങ്കിളിന്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചിട്ടുണ്ട്. ആ തെറ്റിന്റെ ഫലമായിട്ടുള്ള നഷ്ടം അനുഭവിച്ചിട്ടുള്ള ആളാ കമ്മീഷണർ ഹേമചന്ദ്രൻ. ഞാൻ അയാള് വന്ന് കയറിയത് മുതലുള്ള അയാളുടെ പ്രകൃതവും രീതികളും ഒക്കെ വീണ്ടും വീണ്ടും ഓർത്തു നോക്കുകയായിരുന്നു. അയാളുടെ ഉള്ളിൽ പകയോളം തന്നെ വേദനയുണ്ട്. ആ വേദനയുടെ കാരണക്കാരൻ അങ്കിള. അച്ഛനോ? അതെ, ഒന്നുകിൽ അങ്കിൾ, അല്ലെങ്കിൽ അത് അങ്കിളാണെന്ന് അയാൾ വിചാരിക്കുന്നു. ഇതിൽ നിന്നും പുറത്തു കിടക്കണമെങ്കിൽ നമ്മൾ രണ്ടുപേരും തന്നെ വിചാരിക്കണം. താൻ ആന്റിയോടൊന്ന് സംസാരിക്കണം. തന്നോട് ഒരുപക്ഷെ ആന്റി മനസ്സോർക്കും.